പ്രശസ്ത ആംഗ്ലേയ കവി വില്യം വേഡ്സ്വർത്തിന്റെ പ്രമുഖ കവിതകളിലൊന്നായ ദി സോളിറ്ററി റീപ്പർ എന്ന കവിതയുടെ നേരെ തർജ്ജമയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കവിത വിജനതയിലെ കൊയ്ത്തുകാരി. അതാ കാൺക, സ്കോട്ട്ലൻഡിൻ വയലിൽ ഏകാന്തതയിൽ ഏകയായി അവൾ ഒരിടത്തായി. താനേ പാടുകയും കൊയ്യുകയുമാകാം, ഇവിടെ അല്പം നിൽക്കാം, അതോ കടന്നുപോകയോ പതിയനെ. ശോകസങ്കുലമൊരു ഗാനമാലപിച്ചുകൊണ്ട് അവളതാകെ കൊയ്യുകയും കൊയ്തെടുത്തവ കെട്ടുകളാക്കുകയുമാം. നിറഞ്ഞു നിൽക്കുകയാണ് അവളൻ പാട്ടിൻ ശബ്ദം ഈ വിശാലമം താഴ്വരയാകെ. ശ്രദ്ധിപ്പിൻ നിങ്ങൾ, അറേബ്യൻ മലാരണ്യത്രക്കിടെ തണലിടങ്ങളിൽ രാപ്പാടികൾ പോലും പാടില്ല ഇത്തരം സ്വാഗതഗാനങ്ങൾ ശ്രീണിതരധ്വകർക്കായി. അവൾ അതുപോലെ ഏകാന്തതയിൽ പാടുകയാണ് ഈ വിധം. സമുദ്രത്തിൻ നിശ്ചലതയും ഭഞ്ജിച്ച ഹേബ്രിഡ്സ് ദ്വീപിൽ നിശബ്ദതലങ്ങളിൽ പോലും വസന്തഹൃതുവിലും കുയിലീ വിധം ഹൃദയംഗമമായി പാടില്ല അവൾക്കൊപ്പമായി മധുരമായി. പറയുന്നീലാരുമേ അവൾ തൻ പാട്ടെന്തെന്ന്, എങ്കിലും ഒരു പക്ഷേ മുൻകാല ദുഃഖസ്മരണതൻ ശോകാകുലം തെങ്ങലം കഴിഞ്ഞ കാല പോരാട്ടക്കഥകളാം, അഥവാ അവയിക്കാലത്തിൻ പതിതമം സംഭവങ്ങളാം. തികച്ചും സ്വാഭാവികം ദുഃഖമാകുലം നഷ്ടസ്മൃതികൾ തൻ വേദനാപൂർണം രംഗസ്മൃതിയോ, പിന്നീടുണ്ടം വ്യാകുലഭാവങ്ങൾ തൻ തുടർച്ചയോ, പിന്തുടർന്നെത്തും ദുഃഖഭാവങ്ങൾ തൻ അവസാനമില്ലാ തുടർക്കഥയോ. പ്രമേയമെന്താകിലെന്ത് അനന്തമായി മുഴങ്ങും ഈ ഗാനാലാപമാട്ടെ. അവൾ കർമ്മനിരതയായിരിക്കെ തൻ അരിവാളിൻ ശബ്ദവും അതിലംഘിച്ചെത്തും ശബ്ദായമാനമല്ലാതുള്ളീ ശാന്തഗാനം. അപരിമേയം ആനന്ദദായകം. കുന്നിൻ മുകളിലേറിടുമ്പോഴും എൻ ചിത്തം പ്രശാന്തമാം ഈ ഗാനം സാംശീകൃതം അനന്തമായി. പിന്നീടിതിൻ ശബ്ദം എൻ ശ്രവണം കേൾക്കാതിരിക്കുമ്പോഴും എപ്പോഴും ആ ആർത്തലൈപ്പൂഹൃത്തട്ടിൽ അനന്തമായി സാഗരബീജികൾക്കൊപ്പം. നമസ്കാരം.